രാവിലെ മാതൃഭൂമി പത്രം കണ്ടപ്പോൾ വലിയ വിഷമം വന്നു. അതായത് ഒന്ന്, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരേപോലെ കുഴപ്പം കാണിച്ചിരിക്കുന്നു എന്ന വളരെ ബാലൻസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ട് പേജാണ് ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദിയുടെ മുഖവും പിണറായി വിജയൻ്റെ മുഖവും വെച്ച് അത് സത്യസന്ധമായിട്ടും കാര്യങ്ങളെ കൃത്യമായിട്ടും കാണുന്ന മാധ്യമ പ്രവർത്തകർ അങ്ങനെ ചെയ്യരുത് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം അത് അങ്ങനെയല്ല. കേരള സർക്കാരിൻ്റെ ചെയ്ത കാര്യങ്ങളുടെ വലുപ്പവും കേന്ദ്ര സർക്കാർ നമുക്ക് നിഷേധിച്ച കാര്യങ്ങളുടെ വലുപ്പം ഒന്നല്ല. കേന്ദ്ര സർക്കാർ നമുക്ക് വലിയ തോതിലാണ് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളോട് ചെയ്യുന്ന പോലെയല്ല കേരളത്തോട് ചെയ്തത് എന്നത് എല്ലാവർക്കും, BJP-കാർക്കടക്കം സാധാരണക്കാരായിട്ട് ഈ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾ, നമ്മുടെ വയനാട്ടിൽ ചൂരൽമല എത്ര വലിയ ദുരന്തം ഉണ്ടായി, അതിന് ആനുപാതികമായിട്ടുള്ള സഹായം കിട്ടിയില്ല എന്ന് മാത്രമല്ല, വളരെ ചുരുങ്ങിയ സഹായങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം പോലും ഈ ഘട്ടം വരെ ഉണ്ടായി. പക്ഷേ കേരള സർക്കാരിന് ഇത് ചെയ്തേ പറ്റൂ. കാരണം നാളെയും ആത്യന്തികമായിട്ട് ഇങ്ങനെ കണ്ടാൽ മതി മാതൃഭൂമി. അതായത് നാളെയും തെരഞ്ഞെടുപ്പിൽ വന്ന ആളുകളുടെ മുമ്പിൽ നിൽക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് കേരള സർക്കാരിന് കൂടുതലായിട്ട് ഇത് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ കേരള സർക്കാർ ചെയ്യേണ്ടത് അപ്പോൾ പപ്പാതിയാക്കി വെച്ചത് നന്നായില്ല എന്നെനിക്ക് തോന്നി. അത് സത്യസന്ധമായിട്ടും കൃത്യമായിട്ടും കാര്യങ്ങൾ കാണുമ്പോൾ അത് ചെയ്യരുത്. എനിക്കിപ്പം ഇതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം രൂപീകരിക്കുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വേറെയുണ്ട്. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളാണെങ്കിലും നമ്മളിപ്പോൾ വാർത്താ ചാനലുകളാണെങ്കിലും പത്രങ്ങളെക്കാൾ കൂടുതൽ അഭിപ്രായ രൂപീകരണം നടത്തുന്ന മാധ്യമങ്ങളുണ്ട്. പക്ഷേ മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. നൂറ്റാണ്ട് കടന്നൊരു പത്രം നമ്മൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ തീർത്തും സുഖകരമല്ലല്ലോ എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരു സംഗതി കൊടുക്കരുതായിരുന്നു എന്നെനിക്ക് തോന്നി.